എന്താ കുഞ്ഞെന്താ കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു? ബസ് പിടിച്ച് ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ? നിർത്ത് നിർത്ത്. മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ? സമയമില്ലെന്നേ. ഓ മേസ്ത്രി ഇറങ്ങി. കേറുമോ? എടുത്തോട്ട് പോട്ടെ മേസ്ത്രി. മോളുടെ സ്കൂളിലേക്ക് വലത്തോട്ടല്ലേ പോണ്ടത്? നമുക്ക് എടുത്തോട്ട് പോയിട്ട് ചുറ്റി സ്കൂളിലെത്താം. എന്തിനാ അങ്ങനെ ചുറ്റുന്നത്? കാര്യമുണ്ട് സുഖേട്ടാ. നമ്മുടെ വണ്ടി ഞാൻ ആദ്യമായിട്ട് കയറുമല്ലേ. പോട്ടെ മേസ്ത്രി. എവിടെ കാണുന്നു? പോട്ടെ മേസ്ത്രി. എടുത്തോട്ടോ വലത്തോട്ടോ? എടുത്തോട്ട് തന്നെ. ആ പോട്ടെ. മേസ്ത്രി ആ കടയുടെ മുമ്പിൽ ഒന്ന് നിർത്തേ. എന്തിന്? ആ നിർത്ത് നിർത്ത് നിർത്ത്. നിർത്താന്ന്? ഇവിടെ തന്നെ. ഒരു മിനിറ്റ് സുഖേട്ടാ. എന്ത്? ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനം നോക്കുന്നുണ്ട്. നോക്കട്ടെ. വാ. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് തയ്ക്കാൻ. ബാഗ് താ. ഇറക്കം ഉത്തരം മതിയോ? ആ മതി. കാഞ്ഞിരെ സമയമില്ലട്ടാ. കുറച്ച് കാത്തു നിന്നൂടെ? ബസ്സല്ലല്ലോ ഇത്, നമ്മുടെ കാറല്ലേ. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചനല്ലേ? മമ്മി ദാ ചെറിയച്ഛൻ. മിണ്ടായിരിക്കും അവിടെ. തുണി എവിടെ? തുണി? ആ തുണി ഇപ്പൊ കൊണ്ടുവരാം. ഇനി വേണ്ടി വിട്ടോ. നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറും ഒക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. എന്ത്? സ്റ്റാർട്ടാവുന്നില്ല. സ്റ്റാർട്ടാവുന്നില്ല. ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നാണക്കേടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല. ഇറങ്ങി തള്ളേണ്ടി തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? ആരെയാണോ കണിയേണ്ടത്? ചേച്ചും കൂടി ഇറങ്ങി തള്ളേണ്ടി വരുന്നാ തോന്നണേ. പറ്റില്ല, അങ്ങനെ നാണക്കട എനിക്ക് വയ്യ. നല്ല മോൻ ആഞ്ഞി തള്ളു സാറേ. സൂപ്പർവൈസർ സുകുമാരനോട് വന്നോ? ഇല്ല സാർ. ഇല്ലേ? ഇല്ല, വന്നില്ല. ആ മേസ്ത്രിയോ? രണ്ടുപേരും കണ്ടില്ല. യൂസ്ലെസ് ഫെലോസ്. ഒരു ഉത്തരവാദിത്വ ബോധമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുള്ള ദിവസമാണ്. യവന്മാർ ഇത് എവിടെ പോയി കിടക്കുന്നു? സ്റ്റാറിംഗ് നേരെ പിടിക്കും. ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. റൈറ്റ്. എന്റെ അമ്മേ, സാറെ അനാവശ്യമായിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴി ഉണ്ട്. പേടിച്ചാൽ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും. കാണട്ടെ. എന്താ പറിച്ചിട്ടാണല്ലോ പരിപാടിയാ? ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പണ്ണാൻ കട്ട. ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാറടിക്കാൻ ശേഷം.
ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെന്ന് നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ, ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പതുക്കെ പതുക്കെ. നിങ്ങളുടെ വിടാതാ. സന്തോഷം. പിടിച്ചു. പിടിച്ചു. സാറേ, എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല, മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊണേ. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ ഓ, കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാർ അടിച്ച സ്ഥലത്തെത്തി. ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ല എന്നറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കുക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ. അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. എന്റെ ഈശ്വര, ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പുളിയാണെന്ന്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ദേ, ഞാൻ 2 ആളോടും കൂടിയിട്ടാ പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും. സാറേ, തെറ്റ് എന്റെ അടുത്താണ്. എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യാണ്, വരൂ. അവിടെ നിക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിക്ക്, നടന്നോളൂ. ആ, എന്താ ഉണ്ടായത്? ഒരുത്തന് അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല. കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ എന്നാ ചേട്ടാ. വരട്ടെ. ഓ, വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സാർ. ഷട്ടപ്പ്. 2 എണ്ണം കൂടെ എന്നെ തുലയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വർക്ക് സ്പോട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിരിക്കും. സാർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. രൂപ തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി.
ആ ബൂർഷാസിയാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഒട്ടും സമയമുണ്ടായിട്ടല്ല, പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ KG പൊതുവാണ്. ഡാൻസ് മാസ്റ്റർ. അതെ. വരൂ, ഓ, ഇരിക്കൂ. ഒരു മാസം മുമ്പാ സുലിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല, പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോ എന്റെ മോക്ക് 1ാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം. അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, സാറ് വിചാരിച്ചാ നടക്കും. നമുക്ക് നോക്കാം. നോക്കിയാ പോരാ, ഉറപ്പ് തരണം. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു. അത് മതി. എന്താ പേര്? മൈ നെയിം ഈസ് കാഞ്ചന. കാഞ്ചന. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കവിക്ക് തെറ്റി. ഈ ബന്ധനം മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ? ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ. വരുന്നു മമ്മി. എത്ര കുട്ടികളുണ്ട്? ഇവിളേ ഉള്ളൂ. ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികളാവാഞ്ഞേ? മോള് വാ. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ. എന്താ മോളുടെ പേര്? എന്തിനാ മമ്മി പെൺകുട്ടികളെ പോലെ മുടി നീട്ടിയിരിക്കുന്നത്? അത് മോളെ, സാധാരണ ഡാൻസ് മാസ്റ്റർമാർ മുടി നീട്ടിയിരിക്കും. ഇപ്പോഴത്തെ മാഷന്മാര് മുടി നീട്ടാറില്ല. അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. മോള് വരൂ. വേണ്ട മമ്മി. വേണം. അനുസരണക്കേട് കാണിച്ച് അടിച്ച് പുറം പൊളിക്കും ഞാൻ. തെയ്യം 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 താ 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 തെയ്യം. എന്തോന്നാ കാഞ്ചന ഇതൊക്കെ? KG പൊതുവാളിനെ പറ്റി കേട്ടിട്ടില്ലേ? മിടുക്കം മാഷാത്രേ. ഈ മിടുക്കന്മാർക്കൊക്കെ കൊടുക്കാൻ കാശ് എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. കാറിന് വേണ്ടി വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുക്കണമെന്ന് MD പറഞ്ഞത്. ഇൻസ്റ്റാൾമെന്റുകാർക്ക് വീട്ടുവാടക. നമുക്ക് ഒരേ ഒരു മോളല്ലുള്ളൂ സുഖേട്ടാ. സ്വന്തം കുട്ടികൾക്ക് മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടാൻ വേണ്ടി ഓരോ രക്ഷിതാക്കള് തമ്മി കത്തിക്കുത്തി നടത്തുന്ന കാലായത്. എന്തിന്? എന്ത് നേടാൻ? നമ്മുടെ മോള് പേരെടുക്കുന്നത് നമുക്ക് അഭിമാനല്ലേ സുഖേട്ടാ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ കാര്യത്തിൽ അങ്ങനെ അഭിമാനിക്കണമെന്ന് തോന്നിയില്ലല്ലോ. മുമ്പ് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അടുക്കളപ്പണിയും വിനയവും സൽസ്വഭാവമൊക്കെ ആയിരുന്നു. ഡാൻസ് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് മറ്റുള്ളവരെ കുത്തിക്കൊല്ലാനുള്ള ഒരു ആയുധമാക്കുന്നതാണ് കുഴപ്പം. സുഖേട്ടൻ കാലത്തിനൊത്ത് മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള നിന്റെ ബുദ്ധിയുടെ കാര്യത്തിലും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാ ഞാൻ ബുദ്ധിയില്ലാത്തവളാണെന്നല്ലേ? എന്ത് തോന്നുന്നു? സുഖേട്ടൻ ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല, മോളോടും ഇല്ല. ഞാനിപ്പൊ ചെയ്ത കുറ്റം എന്താ? ആകെയുള്ളൊരു മോളെ ഇത്തിരി ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. വേണ്ട, സുഖേട്ടന് ഇഷ്ടമല്ലെങ്കിൽ പൊതുവാള് മാഷിനോട് ഇനി വരണ്ടെന്ന് പറയാം. എന്റെ കുടുംബത്തിൽ കാശില്ല, എനിക്ക് ആരുമില്ല, എനിക്കും എന്റെ മോക്കും ആരുമില്ല. കാഞ്ചന, ഞാൻ പറഞ്ഞത് വേണ്ട സുഖേട്ട, എനിക്കെല്ലാം മനസ്സിലായി.